ഈ 1925 ഒരു വർഗീയ സംഘം ഉണ്ടായി. അത് 2025 ആകുമ്പോൾ 100 വർഷം തികയും. നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ ഭയപ്പെടേണ്ടത് മണിപ്പൂർ എന്നത് ഒരു ടെസ്റ്റ് കേസാണ്. ചോറ് വെന്തോന്ന് നോക്കാൻ സാധാരണ മനുഷ്യൻ മുഴുവൻ ചോറും എടുത്ത് പുറത്തിട്ട് ഞെക്കി നോക്കാറില്ല. 1-2 വറ്റെടുത്ത് ഞെക്കി നോക്കിയാൽ ചോറ് വെന്തോന്ന് മനസ്സിലാവും. മണിപ്പൂർ ഒരു ടെസ്റ്റ് കേസാണെന്ന് ഞാൻ പറഞ്ഞത്. ജനങ്ങളെ വർഗീയമായി വേർതിരിപ്പിച്ചെടുത്താൽ മാത്രമേ ഇന്ത്യയിൽ അധികാരം തുടരാൻ കഴിയൂ എന്ന അവസ്ഥ എത്തിയാൽ അത് ഇന്ത്യയാകെ വ്യാപിക്കും. അങ്ങനെ വ്യാപിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ കഴിയാവുന്ന ഒരു ഉപകരണം വർഗീയതയാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയിൽ വർഗീയതയുടെ വിളയാട്ടം നമ്മൾ കാണുകയും രാജ്യം 2ആയി ഭിന്നിപ്പിക്കപ്പെടുകയും ചെയ്തു. ഓർക്കേണ്ടുന്നൊരു കാര്യം, 2 വർഗീയ ശക്തികളും രാജ്യം വിഭജിക്കപ്പെടാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. കാരണം അവരവർക്കുള്ളത് അവരവർക്ക് കിട്ടുക എന്നിടത്തേക്ക് എത്തി. അങ്ങനെ വിഭജനത്തിനെതിരായിട്ട് നിന്ന ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെയോ ഭിന്നിപ്പിച്ച് മാറ്റി നിർത്തുന്ന ഒരു സമ്പ്രദായത്തിനെതിരായി ശക്തമായ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയ സാന്നിധ്യത്തിൻ്റെ പേരാണ് സാക്ഷാൽ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി വിഭജനത്തിന് ശേഷം എടുത്തൊരു നിലപാട് പാകിസ്ഥാന് കൊടുക്കാനുള്ള പണം കൊടുക്കണമെന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം സത്യഗ്രഹം അനുഷ്ഠിച്ചു. രണ്ടാമതെടുത്ത അദ്ദേഹത്തിൻ്റെ നിലപാട് അക്രാമകമായ രാഷ്ട്രീയ സമരമല്ല ആവശ്യം, അഹിംസാത്മകമായ ധർമ്മയുക്തിയാണ് രാജ്യത്തിന് ആവശ്യമെന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്തത് ഹിന്ദു മതത്തിൻ്റെ ബലത്തെ അഹിംസ കൊണ്ട് ചോർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. നാഥുറാം ഗോഡ്സെയുടെ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, 1, പാകിസ്ഥാന് വേണ്ടി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 2, ഹിന്ദുമതം എന്ന ബലമുള്ള ഒരു മതത്തെ, വീരാംശമുള്ള ഒരു മതത്തെ ദുർബലപ്പെടുത്തി അതിനെ അഹിംസയിലേക്ക് ആവാഹിച്ചു കൊണ്ടുപോകുന്നു. ഇത് രണ്ടും അനുവദിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇന്നത്തെ ആരാധ്യ പുരുഷനായ VD സവർക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ബലത്തിലാണ് നാഥുറാം വിനായക ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തുന്നത്. അവിടെ VD സവർക്കറുടെ നിർദ്ദേശപ്രകാരം സംഭവിച്ചൊരു കാര്യമാണിത്. ചുരുക്കി പറഞ്ഞാൽ VD സവർക്കറാണ് തോക്ക്, നാഥുറാം വിനായക ഗോഡ്സെ അതിലെ വെടിയുണ്ടയാണ്. വെടിയുണ്ടയെ ശിക്ഷിച്ചു ഇന്ത്യൻ ഭരണകൂടം, വെടിയുണ്ടയെ തൂക്കിക്കൊള്ളുകയും ചെയ്തു. തോക്ക് അപ്പോഴും ജീവനോടുകൂടി നിന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ സെന്റിനറി ഹാളിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ എതിർവശം മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ 6ാമത്തെ പ്രതി VD സവർക്കറിന്റെ പ്രതിമ നിൽക്കുകയാണ്. ആ VD സവർക്കർ നാളെ മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പൊ പറയുമ്പോൾ അതിശോക്തിപരമായിട്ട് പലരും കരുതും, നിങ്ങളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള 50-ന്റെയോ 100-ന്റെയോ 500-ന്റെയോ നോട്ടെടുത്ത് അതിൽ നോക്കിയാൽ കാണാം അവിടെ മഹാത്മാഗാന്ധിയുടെ ചിത്രം. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ആ ചിത്രത്തിന്റെ സ്ഥാനത്ത് സവർക്കറുടെ ചിത്രം കൊണ്ടുവരുമെന്ന് ഞാൻ പറയുന്നില്ല. മഹാത്മാഗാന്ധിയെ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു താമരപ്പൂവിന്റെ ചിത്രം കൊണ്ടുവരാനുള്ള സാധ്യത വിദൂരമല്ല ഇന്ത്യ രാജ്യത്ത്. അതിലൂടെ കൃത്യമായ ഒരു രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കാൻ പോകുന്നത്. മഹാത്മാഗാന്ധിയെ എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്നുള്ളത് പിന്നല്ലേ മദനിയുടെ കാര്യത്തിൽ അവർ കാണിക്കുന്നു. ഇന്ത്യയിൽ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കണമെന്ന് ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു വലിയ പ്രതിമ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ അത് ആരുടെ പ്രതിമ ഉണ്ടാക്കണം? ഒന്നുകിൽ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വലിയ മഹാത്മാവ് എന്ന് പറയാൻ കഴിയാവുന്നത് എല്ലാ ശാസ്ത്രീയ തെളിവുകളും ഉള്ള ഒരാൾ സാക്ഷാൽ ശ്രീബുദ്ധനാണ്. 2500 കൊല്ലം മുമ്പ് ഇന്ത്യ രാജ്യത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഏഷ്യയുടെ വെളിച്ചം നയിച്ച സാക്ഷാൽ ശ്രീബുദ്ധൻ നേപ്പാൾ, ഭൂട്ടാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ജപ്പാൻ, ചൈന തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം വളർന്ന് ശക്തി പ്രാപിച്ച ബുദ്ധമത സ്ഥാപകനായ ശ്രീബുദ്ധന്റെ പ്രതിമയാണ് വേണമെങ്കിൽ സ്ഥാപിക്കാവുന്ന ഒരു കാര്യം. അതല്ലെങ്കിൽ ആധുനിക കാലത്ത് ബുദ്ധന്റെ അഹിംസയും സാക്ഷാൽ ക്രിസ്തുദേവന്റെ ദയാശീലവും മുഹമ്മദിൻ സ്ഥൈര്യവും
രന്തിദേവന്റെ ദയാവായ്പും ക്രിസ്തുവിന്റെ പരിത്യാഗശീലവും ഒക്കെ സ്വായത്തമാക്കിയ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയാണ്, ഇന്ത്യൻ രാഷ്ട്രപിതാവിന്റെ പ്രതിമയാണ് ഇന്ത്യ രാജ്യത്ത് വലുതായിട്ട് സ്ഥാപിക്കേണ്ടത്. ഇനി അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രതിമ സ്ഥാപിക്കണമെങ്കിൽ ഇന്ത്യയിലെ ബഹുശതകോടികളായിട്ടുള്ള പിന്നാക്കക്കാരുടെ രക്ഷകനായി മാറിയ ഡോക്ടർ BR അംബേദ്കർ എന്ന അപാര പണ്ഡിതന്റെ പ്രതിമ 3 സ്ഥാപിച്ചത്. നെഹ്റു മന്ത്രിസഭയിലെ ഒരു കേവലം ആഭ്യന്തരമന്ത്രി മാത്രമായിരുന്ന സർദാർ പട്ടേൽ എന്ന ഗുജറാത്തിക്കാരന്റെ പ്രതിമ 3000 കോടി രൂപ ചെലവാക്കി ആകാശത്തോളം മുട്ട ഉണ്ടാക്കി വെച്ചു. ഗുജറാത്തിലാണ് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നതെന്നും ഓർക്കുക. മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിക്കാതെ പട്ടേലിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള കാരണം എന്താ? അല്പം ഹിന്ദുത്വ രാഷ്ട്രീയം നെഹ്റു മന്ത്രിസഭയിൽ കാണിച്ചു എന്ന ഒറ്റ ഔദാര്യമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഗാന്ധിജിയെ മാറ്റി തൽക്കാലം പട്ടേലിനെ കൊണ്ടുവന്നു. ഉടനെ VD സവർക്കറെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ഷൂസിന്റെ അടി കൊണ്ട് പല്ലുപോയ ആളാണ് മഹാത്മാഗാന്ധിയെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഷൂസ് നാക്കുകൊണ്ട് വൃത്തിയാക്കി കൊടുത്ത ആളിന്റെ പേരാണ് VD സവർക്കർ. ആ VD സവർക്കർ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ട് മാറാനുള്ള ദൂരം വളരെ അല്ല. ആ VD സവർക്കർക്ക് പെട്ടെന്ന് അദ്ദേഹത്തെ എടുത്ത് സ്ഥാപിക്കാൻ പറ്റാത്തത് കൊണ്ട് അത്യാവശ്യം ആദ്യം ചില ഡമ്മി ആളുകളെ ഇട്ട് കൊടുക്കുന്നത് പോലെ ഈ പട്ടേലിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഹിന്ദുത്വ തീവ്രവാദം. ഹിന്ദു മതവും ഹിന്ദുത്വവും രണ്ടാണ്. ഹിന്ദു മതത്തിൽ ധാരാളമായി കോടിക്കണക്കിന് മതേതര വിശ്വാസികളും സാധാരണ ജനവിഭാഗങ്ങളുള്ളൊരു മതമാണ്. പക്ഷെ ഹിന്ദുത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്, ഹിന്ദു തീവ്രവാദമാണ്. ആ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ പൗരത്വ നിയമം അടിച്ചേൽപ്പിച്ചിട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ആളുകൾ ഇന്ത്യയിൽ താമസിക്കണമെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിവാക്കണം, അവരുടെ മാതാപിതാക്കന്മാർ എവിടെയാണ് ജനിച്ചത് എന്നുള്ളതിന്റെ രേഖകൾ സമർപ്പിക്കണം, ഇവർ രാജ്യത്തിന്റെ പൗരന്മാർ ആണെന്ന് പ്രഖ്യാപിക്കാതിരിക്കുക. അങ്ങനെ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ അടർത്തി മാറ്റി മറ്റൊരവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് തീവ്രവാദം, ഹിന്ദുത്വ തീവ്രവാദം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ 2ാം ഘട്ടമാണ് ബാബറി മസ്ജിദ് തകർത്തതിലൂടെ നടന്നത്. അതിൽ കോടതി വിധി ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ് കോടതി വിധി പറഞ്ഞത്? ബാബറി മസ്ജിദ് മുസ്ലിം പള്ളിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. ആ ഭൂമി മുസ്ലിങ്ങളുടെ ആണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അത് പൊളിച്ചത് തെറ്റാണെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ അത് അമ്പലം പണിയാൻ വിട്ടുകൊടുക്കണം. ഇതാണ് കോടതി. എന്തൊരു കോടതിയായത്? ഇങ്ങനൊരു കോടതിയുണ്ടോ? സ്ഥലം ആരുടേത്? മുസ്ലിങ്ങളുടേത്. പള്ളി ആരുടേത്? മുസ്ലിങ്ങളുടേത്. പൊളിച്ചത് ശരിയാണോ? ശരിയല്ല. പൊളിച്ചത് തെറ്റാണോ? തെറ്റാണ്. ഇനി എന്ത് വേണം? ഇത് അമ്പലം പണിയാൻ വിട്ടുകൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ 3 ജഡ്ജിമാർ പിന്നീട് ഗവർണറായിട്ട് വരുന്നതാ നമ്മൾ കണ്ടത്. ഇന്ത്യ രാജ്യത്തെ ഗവർണറായിട്ട് അവരെ മാറ്റുകയാണ് പിന്നീട് ചെയ്തത്. അതായത് കോടതിയെ മുഴുവൻ അവരെ എടുത്തു കഴിഞ്ഞു. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തല്ല കാര്യങ്ങൾ. മിലിറ്ററിയെ മുഴുവൻ എടുത്തു കഴിഞ്ഞു. ഞാൻ 5 പ്രാവശ്യം വാഗാ ബോർഡറിൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെ അതിർത്തി പോയിട്ടുള്ള ആളാണ്. 5 തവണ വാഗാ ബോർഡർ, നമ്മുടെ പഞ്ചാബിന്റെ അതിർത്തിയാണത് വാഗാ ബോർഡർ. അവിടെ ഒരു വലിയ സെർമണി ഉണ്ട്, വലിയൊരു ചടങ്ങുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു വലിയ മതിലാണ് അവിടെ. മതിലിന്റെ നടുക്കൊരു വലിയ ഗേറ്റ് ഉണ്ട്. അപ്പുറത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ഇന്ത്യ. ഇപ്പുറത്ത് ഇന്ത്യൻ പട്ടാളക്കാർ, അപ്പുറത്ത് പാകിസ്ഥാനി പട്ടാളക്കാർ. രണ്ടിടത്തും ഗാലറി കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെയും ഗാലറി ഉണ്ട്, അപ്പുറത്തും ഗാലറി. ആളുകൾ ആവേശത്തോടു കൂടി ഈ ഗാലറിക്ക് ചുറ്റും ചെന്നിരിക്കും. വൈകുന്നേരം കൃത്യം 5 മണിയാകുമ്പോൾ ഈ പതാക, പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പട്ടാളക്കാർ പതാക സല്യൂട്ട് കൊടുത്തിട്ട് റൂട്ട് മാർച്ച് നടത്തി വലിയൊരു ചടങ്ങൊക്കെ സംഘടിപ്പിച്ച് വികാരപരമായ ദേശീയത ഉണർത്തി ഇത് താഴ്ത്തി ഇറക്കും. ഈ സമയത്ത് പട്ടാളക്കാർ ആവേശപൂർവ്വം ഒരു മൈക്രോഫോൺ എടുത്തിട്ട്, കോർഡ്ലെസ് മൈക്ക് എടുത്തിട്ട് വിളിച്ചു പറയും, പോലോ ഭാരത് മാതാ കീ ജയ്. ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ 4 പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴും ഞാൻ കേട്ടത് പോലോ ഭാരത് മാതാ കീ ജയ് എന്ന് ഇപ്പുറത്തും പാകിസ്ഥാൻ കീ ജയ് എന്ന് അപ്പുറത്തും വിളിക്കുന്ന മുദ്രാവാക്യമാണ്. പക്ഷെ ഈ അടുത്ത സമയത്ത് ഞാനൊരു 4-5 മാസം മുമ്പ് അവിടെ ചെന്നപ്പോൾ കേട്ട മുദ്രാവാക്യം പോലോ ഭാരത് മാതാ എന്നല്ല, പോലോ ഹിന്ദുസ്ഥാൻ കീ ജയ് എന്നാണ് വിളിപ്പിച്ചത്. പാകിസ്ഥാൻ എന്ന വാക്കിന് പകരം ഹിന്ദുസ്ഥാൻ. ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രമുണ്ടായാൽ അത് നിലനിൽക്കാൻ പറ്റുമോ? മതം അവരവരുടെ സ്വകാര്യ ആവശ്യമാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ പറയുന്നൊരു കാര്യം അത്, മതം അവരവരുടെ സ്വകാര്യ ആവശ്യമാണ്. ദൈവവിശ്വാസം അവരവരുടെ വിശ്വാസമാണ്. അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ഒരാൾക്ക് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാവുന്നതുപോലെ, അള്ളാഹുവിൽ വിശ്വസിക്കാവുന്നതുപോലെ, ക്രിസ്തുവിൽ വിശ്വസിക്കാവുന്നതുപോലെ,
ദൈവങ്ങളിൽ വിശ്വസിക്കാവുന്നതും അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. രാഷ്ട്രത്തിന് ഒരു ദൈവത്തെ പ്രഖ്യാപിക്കാൻ പറ്റില്ല, രാഷ്ട്രത്തിന് ഒരു മതത്തെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. രാഷ്ട്രം മതവിശ്വാസികളുടേതാണ്, മതേതര വിശ്വാസികളുടേതാണ്. അതോടൊപ്പം രാഷ്ട്രം ഒരു മതവും ഒരു ദൈവവും ഇല്ല എന്ന് പറയുന്നവരുടെയും കൂടിയാണ്. ഇതാണ് ഇന്ത്യൻ ഭരണഘടന. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിൽ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നുള്ള ചർച്ച വന്നു ഭരണഘടനാ അസംബ്ലി. ദൈവത്തിന്റെ പേരിൽ തുടങ്ങണോ മനുഷ്യരുടെ പേരിൽ തുടങ്ങണോ എന്ന ചർച്ച പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിക്കകത്ത് ചർച്ച വന്നു. ആ ചർച്ചയിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ചിലർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണെന്നാണ് എൻ്റെ ധാരണ. അവർ പറയുന്നതാണ് ധാരണ. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ പേരിൽ ഭരണഘടന തുടങ്ങാൻ ആരംഭിച്ചാൽ എവിടെ ചെന്ന് നിൽക്കും? വിശ്വാസികളിൽ തന്നെ ഏത് ദൈവത്തിന്റെ പേര് തുടങ്ങാൻ പറ്റും? അവിശ്വാസികളുടെ കാര്യങ്ങളും പരിഗണിക്കേണ്ടതില്ലേ? അതുകൊണ്ട് അതൊരു തർക്ക വിഷയമാക്കേണ്ട കാര്യമില്ല. ഭരണഘടന ആരംഭിക്കേണ്ടത് ദ നെയിം ഓഫ് ഗോഡ് എന്ന പേരിലല്ല, ദ നെയിം ഓഫ് പീപ്പിൾ എന്നതിന്റെ പേരിലായിരിക്കണം. അവസാനം ഭരണഘടനാ അസംബ്ലിയിൽ വോട്ടിട്ടപ്പോ അതിലെ ഭൂരിപക്ഷം ദൈവവിശ്വാസികൾ ഉൾപ്പെടെ ഭരണഘടനാ അസംബ്ലിക്കകത്ത് രേഖപ്പെടുത്തിയത് ഇൻ ദ നെയിം ഓഫ് പീപ്പിൾ എന്ന പേരിലാണ് ഭരണഘടന ആരംഭിക്കേണ്ടത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അവിശ്വാസികൾ ഇരുന്നതിന്റെ പേര് സംഭവിച്ചതല്ലാതെ രാജ്യം ശിഥിലമായി പോകാൻ പാടില്ല. രാജ്യം നിലനിൽക്കണം, എല്ലാവരുടേതുമായി നിലനിൽക്കണം. ആ സമീപനം തകർത്തെറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വർഗീയത അതിൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് ആളിക്കത്തുന്നത്. ഒരു വർഗീയതയെ ചൂണ്ടിക്കാണിച്ചാണ് മറ്റൊരു വർഗീയത ശക്തിപ്പെടുന്നത്. അത് ഏതു തരത്തിലായാലും ഒരു വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു വർഗീയത ശക്തിപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് വർഗീയത ആപത്താണെന്ന് പറയുന്നത്. അത്തരം ഒരു സമീപനം ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ പേരിൽ നേടിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇതാ ഇപ്പോ ഒരു ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു അധികാര കൈമാറ്റം പോലൊരു സംഭവം നടന്നു. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് സന്യാസിമാർ, അവരുടെ വേഷം കണ്ടായിരുന്നോ? അവരുടെ വേഷം പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ള, പണ്ട് വൈശാലി എന്നൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങി. അതിനകത്തൊരു പുരോഹിതനുണ്ട്, നെടുമുടി വേണുവാണ് ആ പുരോഹിതനായിട്ട് അഭിനയിച്ചത്. അദ്ദേഹത്തിന്റെ വേഷമാണ് അരയ്ക്ക് താഴെ മാത്രം മുണ്ടുടുക്കുക, ബാക്കി ശരീരം മൊത്തം പുറത്ത് കാണിക്കുക, തലയിൽ രുദ്രാക്ഷം, കയ്യിൽ രുദ്രാക്ഷം, നെറ്റിയിൽ ഭസ്മക്കുറി എന്ന് പറഞ്ഞാൽ ചാണകം ഉണക്കി കത്തിച്ച് പൊടിക്കുന്ന സാധനമാണ് ഈ ഭസ്മം എന്ന് പറയുന്നത്, ഭസ്മക്കുറി. പ്രത്യേക ചാർട്ടേഡ് വിമാനം തമിഴ്നാട്ടിൽ നിന്ന് ഈ സന്യാസിമാരെ ഡൽഹിയിൽ ഇറക്കി പുതിയ പാർലമെന്റ് ഹൗസിനകത്ത് അവർ പ്രവേശിക്കുന്നു. എന്തുമായിട്ടാണ് അവർ പ്രവേശിച്ചത്? ഒരു ദണ്ഡുമായിട്ട്, സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണത്താൽ മെനഞ്ഞ ഒരു ചെങ്കോലുമായിട്ടാണ് അവർ പോയത്. ഈ ചെങ്കോൽ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിന് സമ്മാനിക്കപ്പെട്ട ചെങ്കോലാണ്. നെഹ്റു അത് അവിടെ എടുത്ത് കുത്തി നിർത്താതെ ഹൈദരാബാദിലെ ഒരു മ്യൂസിയത്തിലേക്ക് കൊടുത്തു. ആ മ്യൂസിയത്തിലേക്ക് കൊടുത്തിട്ടുള്ള ചെങ്കോലുമായിട്ട് ശൈവ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാരാണ്, അടിവരയിട്ട് പറയുകയാണ്, സന്യാസിമാർ പലവിധമുണ്ട്. വൈഷ്ണവ സന്യാസിമാരുണ്ട്, ശൈവ സന്യാസിമാരുണ്ട്, ബൗദ്ധ സന്യാസിമാരുണ്ട്, വിവിധ തരത്തിലുള്ള സന്യാസിമാരുണ്ട്. ഇതിൽ തമിഴ്നാട്ടിൽ എന്തുകൊണ്ടാണ് ശൈവ സന്യാസിമാരെ എടുത്തതെന്ന് ചോദിച്ചാൽ, തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ദൈവം മുരുകനാണ്. മുരുകന്റെ അച്ഛനായിട്ട് കരുതുന്നത് ഈ പരമശിവനെയാണ്. ശിവന്റെ അനുയായികളാണ് ശൈവ സന്യാസിമാർ. തമിഴ്നാട് പെട്ടെന്നൊന്നും പിടിക്കാൻ പറ്റത്തില്ല. DMKയുടെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ രക്തം ഉറഞ്ഞു കിടക്കുന്ന സ്ഥലമായി തമിഴ്നാട്. പെട്ടെന്ന് എന്നിട്ട് ഹിന്ദു വർഗീയത പറഞ്ഞാൽ പോടാ പുല്ലേന്ന് പറയും തമിഴ്നാട്ടുകാർ. അതുകൊണ്ട് അവിടെ അങ്ങനെ എറിക്കത്തില്ല. തമിഴ്നാട്ടുകാരെ പിടിക്കണമെങ്കിൽ ഈ ശൈവ സന്യാസിമാരെ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശൈവ സന്യാസിമാരെ അവിടെ ചെന്നിട്ട് അവർ ഈ ചെങ്കോലെടുത്ത് അവിടെ കുത്തി നിർത്തിയപ്പോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കമഴ്ന്നടിച്ച് ആ ചെങ്കോലിന്റെ മുമ്പിൽ വീണിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, പണ്ട് ഗംഗാ നദീ തീരത്തുകൂടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഷിർദി സായിബാബ എന്ന സത്യസായിബാബയുടെ ഗുരുവായ സന്യാസിയും കൂടി നടന്നു പോവുകയായിരുന്നു. അപ്പൊ ഈ ഷിർദി സായിബാബ ജവഹർലാൽ നെഹ്റുവിനെ ഒന്ന് അമ്പരപ്പിക്കാൻ വേണ്ടി താഴെ കിടന്ന കുറച്ച് മണൽ വാരി ആകാശത്തേക്ക് എറിഞ്ഞിട്ട് ഈ മണൽ ഇങ്ങ് കൈകൊണ്ട് പിടിച്ചിട്ട് നെഹ്റുവിനോട് പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു. നെഹ്റു കൈ നീട്ടി. കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ നിറയെ ഗോതമ്പ് മണികൾ. സാധാരണ ഏത് ഭരണാധികാരിയും കമന്നടിച്ചിട്ട് വീഴും. നെഹ്റു പറഞ്ഞ്, അയ്യോ സ്വാമി, ഒരബദ്ധം പറ്റിയല്ലോ. അതെന്തുവാ? ഞാൻ ഇന്നലെയാണ് അമേരിക്കയുമായിട്ട് ഗോതമ്പ് ഇറക്കുമതി ചെയ്യാനുള്ള കരാർ ഒപ്പിട്ടത്. സ്വാമി ഇന്നലെ ഇത് കാണിച്ചെങ്കിൽ ഞാൻ ആ കരാർ അങ്ങ് റദ്ദാക്കിയതിനെ എല്ലാവരും. സ്വാമി പോയെടുത്ത് പുല്ല് പോലും കളിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ പറഞ്ഞൊരു നെഹ്റു നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ശാസ്ത്രബോധം രാജ്യത്തിനുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഒരു പണ്ഡിറ്റ് നെഹ്റു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതിന് പകരം
ഈ ദണ്ടിന്റെ മുമ്പിൽ കമഴ്ന്നടിച്ചു വീഴുന്ന ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. ഇനി അദ്ദേഹത്തിന് ആവശ്യം ഒരു കിരീടമാണ്. ചെങ്കോല് കഴിഞ്ഞാൽ പിന്നെ വേണ്ടുന്നത് ഒരു കിരീടമാണ്. ഓർക്കുക, ജനാധിപത്യം ഇല്ലാതാകാൻ പോകുന്നു, രാജഭരണം തിരിച്ചു വരാൻ പോകുന്നു. അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന മറ്റൊരാൾ ആരാണ്? ഈ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ട ആരാണ്? പാർലമെന്റിന്റെ അവകാശി ആരാ? സ്പീക്കറാണ്. രാജ്യത്തെ 3 സൈന്യങ്ങളുടെ തലവൻ ആരാണ്? പ്രസിഡന്റാണ്. കരസേനയുടെ, കടൽസേനയുടെ, വായുസേനയുടെ എല്ലാം അധിപതി ആരാണ്? രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. രാജ്യത്തിന്റെ പ്രസിഡന്റ് ആദിവാസിയാണ്. സന്തോഷം, നല്ല കാര്യം. ആ ആദിവാസിയായ വനിതയുടെ പേര് ദ്രൗപദി ഖുർമു എന്നാണ്. ആ സ്ത്രീ എന്തുകൊണ്ടാണ് അവിടെ വിളിച്ചു വരുത്താത്തത്? അവരായിരിക്കും ഉദ്ഘാടനം ചെയ്യുക, പ്രധാനമന്ത്രി മാറിയിരിക്കേണ്ടി വരും. അവർ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവരെ മാറ്റി നിർത്തിയത്? അല്ല. ശൈവ വിശ്വാസം അനുസരിച്ച് വിധവ നല്ല ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. ദ്രൗപദി വിധവയായ സ്ത്രീയാണ്. ശൈവ ചടങ്ങനുസരിച്ച് വനിത ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല. RSSന്റെ ചരിത്രത്തിൽ ഒരു വനിതയെ കാണിച്ചു തരാവോ? RSSന്റെ ഏതെങ്കിലും സംഘടനാ നേതൃത്വത്തിൽ ഒരു വനിത വന്നിട്ടുണ്ടോ? വനിതകളെ അടുപ്പിക്കില്ല. അത് ആരടുപ്പിക്കാതിരുന്നാലും ഞാൻ ഒരു കാര്യം പറയുകയാണ്, സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അവിടെ സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കി, ഇല്ല എന്ന് ഉറപ്പാക്കുക. ദളിത് സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല. ബ്രാഹ്മണർ ചടങ്ങ് നടത്തുമ്പോൾ ആ ചടങ്ങിൽ ദളിതർ പാടില്ല. അപ്പൊ ദ്രൗപദി കുർമുവിനെ എന്തിനായിരുന്നു അവിടെ കൊണ്ടുവച്ചത്? കേക്ക് കച്ചവടം ചെയ്യാൻ ബേക്കറിക്കാർ ചെയ്യുന്ന ചടങ്ങാണത്. കേക്കിന്റെ പുറത്ത് 2 അണ്ടിപ്പരിപ്പ് എടുത്തു വെക്കും. നമ്മൾ വിചാരിക്കും നിറയെ അണ്ടിപ്പരിപ്പാണെന്ന് വിചാരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പൊളിച്ചു നോക്കുമ്പോൾ അതിന്റെ പുറത്ത് 2 അണ്ടിപ്പരിപ്പേ ഉള്ളൂ. പഴയ ഹൽവ കച്ചവടക്കാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആരും അങ്ങനെ ചെയ്യാറില്ല. ദ്രൗപദി മുർമുവിനെ എടുത്ത് മുമ്പിൽ വെച്ചത് ഇന്ത്യയിലെ ആദിവാസി വിഭാഗത്തിന്റെ വോട്ട് സമാഹരിക്കുക. ചടങ്ങ് വന്നപ്പോൾ കറിവേപ്പില എടുത്ത് മാറ്റിവെക്കുന്നത് പോലെ ഈ ഖുർമുവിനെ എടുത്ത് മാറ്റിവെക്കുകയും നരേന്ദ്രമോദി അത് കൈയടക്കുകയും ചെയ്തു. ഇങ്ങനെ പതുക്കെ പതുക്കെ ജനാധിപത്യം ചോർത്തിക്കളഞ്ഞ് അവിടെ രാജവാഴ്ച സ്ഥാപിച്ച് രാജാധികാരത്തിന് തുല്യമായി മാറുകയും നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഇല്ലാതാവുകയും ചെയ്യും. ഇതിനെല്ലാം കുടപിടിച്ചുകൊണ്ട് അദാനിമാരുടെ, അംബാനിമാരുടെ, രാജീവ് ചന്ദ്രശേഖർമാരുടെ ചാനലുകളും പത്രങ്ങളും ഇവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യും. മലയാളത്തിൽ ഇറങ്ങുന്ന ഏത് പത്രമുണ്ട് നരേന്ദ്രമോദിയെ ഷാർപ്പായിട്ട് വിമർശിക്കുന്നത്? ഈ മദനിയുടെ വിഷയത്തിൽ അറ്റാക്ക് ചെയ്ത് ഒരു എഡിറ്റോറിയൽ എഴുതി എത്ര പത്രമുണ്ട് കേരളത്തിൽ? ഈ മനുഷ്യനെ കൊടിയ പീഡനം നടത്തി കാലില്ലാത്ത ഒരു അംഗവൈകല്യം വന്ന ഒരു മനുഷ്യനെ 10-15 കൊല്ലമായിട്ട് ജയിലിലിട്ട് പീഡിപ്പിച്ചതിനെതിരായിട്ട് ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്ര അന്തിച്ചർച്ച നടത്തി? ഇവർക്കാർക്കും വൈകിട്ട് തൊണ്ടയിൽ പഴവിരിക്കുകയായിരുന്നു ചർച്ച നടത്താൻ. ഇവരെല്ലാം ഈ ഹിന്ദു വർഗീയവാദത്തിൽ അടിപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തിയിരിക്കുകയാണ്. ഇവരെ പിടിച്ചെടുത്തിരിക്കുന്നത് മാധ്യമങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. സിനിമ മുഴുവൻ ഇവർ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ്. പുസ്തകങ്ങൾ മുഴുവൻ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് 800 വർഷക്കാലം ഇന്ത്യ കണ്ട ഭരണമായ മുഗൾ രാജവംശത്തെ ഒഴിവാക്കി. ഗാന്ധിവധം പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ല, കൊന്ന ആരാണെന്ന് പഠിപ്പിക്കേണ്ടി വരും. പരിണാമ സിദ്ധാന്തം ഇത് പഠിപ്പിക്കാൻ പാടില്ല, ശാസ്ത്രം പഠിപ്പിക്കേണ്ടി വരും. അംബേദ്കറെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും. 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്സിലെ NCERT സിലബസിൽ നിന്നും അതെല്ലാം അടർത്തി മാറ്റിയിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ തേടി എപ്പോഴാണ് ഫാസിസത്തിന്റെ ശത്രുക്കൾ വരിക എന്നറിയാൻ പറ്റില്ല. എല്ലാ ചെറുപ്പക്കാരെയും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഭീകരമായ വർഗീയതയിലേക്ക് കൊണ്ടുപോകാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മതേതര വിശ്വാസികളായ ഹൈന്ദവ സഹോദരങ്ങളെയും മതേതര വിശ്വാസികളായ ഇസ്ലാമിക ക്രൈസ്തവ സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട് ഒരുമിച്ച് നിൽക്കേണ്ടുന്ന സന്ദർഭമാണ് നമ്മുടെ മുമ്പിൽ ആവിഷ്കൃതമായിരിക്കുന്നത്. അതിനുള്ള കൂട്ടായ യോജിപ്പിന്റെ തുടക്കമായി നമ്മുടെ പ്രദേശത്ത് ഈ കൂട്ടായ്മ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.